തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറയുന്ന ബുക്കിന്റെ 7ാമത്തെ ലെസൺ പേഴ്സിസ്റ്റൻസ് വിൻസ്. നമ്മൾ പണ്ട് മുതലേ കേട്ടുള്ള ഒരു റോക്കിന്റെ കഥയില്ലേ, അതായത് ഒരു പാറയെ ഒരാൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുക. അയാൾ അടിച്ചടിച്ചടിച്ച് എത്ര അടിച്ചിട്ട് ഈ പാറ പൊട്ടുന്നില്ല. അവസാനം 100ാമത്തെ അടി അടിച്ചപ്പോൾ ഈ പാറ പൊട്ടി. അതിന്റെ അർത്ഥം എന്താ? ആ 100ാമത്തെ അടിയിൽ ആ പാറ പൊട്ടിയെന്നാണോ? അല്ലല്ലോ. ആ 99 വരെ അടിച്ചപ്പോഴും ആ പാറ അനങ്ങില്ല. പക്ഷെ ആ 100ാമത്തെ അടി അടിച്ചപ്പോൾ പാറ പൊട്ടി. പക്ഷെ മനസ്സിലാക്കുന്ന ആദ്യത്തെ അടി മുതൽ ആ പാറയുടെ ഉള്ളിൽ ചെറിയ സ്ക്രാച്ചുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലേ? അതിന്റെ ഫൈനലായിട്ടുള്ള റിസൾട്ടാണ് 100ാമത്തെ കണ്ടത്. അതല്ലേ വാസ്തവം? ഒരു കമ്പനിക്ക് പുതുതായിട്ട് ഒരു സെയിൽസ്മാൻ ജോയിൻ ചെയ്യണം. അയാൾ വന്നു, അയാൾ ആദ്യത്തെ ആളെടുത്ത് പോയി, അത് ഫെയിലായി. 2ാമത്തെ ആളെടുത്ത് പോയി, അതും ഫെയിലായി. അപ്പോൾ അയാൾ വന്നിട്ട് നേരെ വന്നിട്ട് മാനേജറോട് പറയണം, സാർ എനിക്ക് പറ്റുന്ന പണിയല്ല സെയിൽസ് എന്ന് തോന്നുന്നു. അപ്പോൾ മാനേജർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കുഴപ്പമില്ല, നീ ഒരു കാര്യം ചെയ്യും, 10 കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഇയാൾ പോയിട്ട് ഒരു 10 കംപ്ലീറ്റ് ചെയ്തപ്പോൾ അതിനകത്ത് ഒരു സെയിൽ വന്നു. അപ്പോൾ അയാൾ എന്ന് പറഞ്ഞു, സാർ ഒരെണ്ണം കിട്ടി, ഇനി അത്ര ഉള്ളൂ നിന്റെ റൂള്, ഇനി ഒരു 10 വെച്ച് ചെയ്തോ, അതിനകത്ത് ഒരെണ്ണം വരുന്നു പറഞ്ഞു. പിന്നെ 10 ചെയ്യുമ്പോൾ അവൻ ഒരെണ്ണം കിട്ടി തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായി? അവൻ സെയിൽസിൽ എക്സ്പേർട്ടായി. അപ്പോൾ 2 3 കിട്ടി തുടങ്ങി. പക്ഷെ അന്നും അവൻ പഠിക്കുന്ന ഒരു പാഠമുണ്ട്, ഇത്ര ചെയ്യുമ്പോഴേ അതിനകത്ത് ഇത്രേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. ഇതേപോലെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്തുമായിക്കോട്ടെ, ആത്മാർത്ഥമായിട്ട് അതിൽ തന്നെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും അതിൻ്റെ റിസൾട്ട് നിങ്ങളെ തേടി വന്നിരിക്കും. ഒരു കാര്യം, ഒരു സംശയമില്ല. ഓക്കെ, 4A ക്ലബിന്റെ കമ്മ്യൂണിറ്റിയിൽ ഇതുവരെ ഇല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ, ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ താഴത്തൊന്ന് ലിങ്ക് എന്ന് ടൈപ്പ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഞാൻ ലിങ്ക് അയച്ചുതരാം. നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള കമ്മ്യൂണിറ്റിക്ക് വരാൻ വേണ്ടി പറ്റും. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.